പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പകലിൽ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. May the holy name of the Lord be glorified. I am very happy to be in the midst of you people. ഇപ്രകാരം ഒരവസരം ലഭിച്ചതിന് ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. പ്രത്യേകിച്ച് ഇവിടെ സൂക്ഷിക്കുന്നതായ എൻ്റെ ബ്രദർലോ പാസ്റ്റർ ബിനോയ്, ജോർജ് ആൻഡ് ഫാമിലി. ഇവിടെയുള്ള എല്ലാ ദൈവമക്കളെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ വന്ദനം അരുളുന്നു. I am very thankful for the opportunity to be here in the midst of the congregation, and I thank Pastor Matthews George and the congregation to give me this opportunity. നമ്മുടെ മുമ്പാകെ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അതുകൊണ്ട് മുഖവര പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേഗത്തിൽ തന്നെ നമ്മുടെ ശ്രദ്ധയെ യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 37-38 വാക്യങ്ങൾ വായിക്കാം. Because of the limitation of the time, I am not going to give much introduction, but directly I am going to the meditation of the word of God. For our meditation today, let us turn to John chapter 7 verse 37. ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. And it says that if any man is thirst, let him come unto me and drink. ഇവിടെ നമ്മൾ വായിച്ചു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ. And we have written there that it is the last day, the great day of the feast. യഹൂദന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് സ്തോത്രം ലേവ്യ പുസ്തകം 23-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ 7 വിധ ഉത്സവങ്ങൾ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. And if you read from the Leviticus chapter 23, you can see that there are around 7 festivals. ഉത്സവ നാളിൽ യഹൂദന്മാർ അവർ ഒന്നിച്ചു കൂടുന്ന പതിവ് അവർക്കുണ്ട്. And during the festival time, all the Jews, they used to come together. അതുകൊണ്ട് ആണ്ടുതോറുമുള്ള ഉത്സവങ്ങൾ നടക്കുക പതിവാണ്. And every year they used to have different kind of festivals. വിവിധ സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന അല്ലെങ്കിൽ ഉള്ള വളരെ വിദൂര യഹൂദന്മാർ പോലും ആ ഉത്സവത്തിന് ആണ്ടുതോറും വന്നിരുന്നു. And the people who were scattered around the world, but during the festival time they used to assemble together and they used to come for the feast. ഉത്സവം അവർക്ക് വളരെ സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ്. And the festivals are always a pleasing for the Jews. ലൂക്കോസ് 2:41 പറയുന്നു. And in Luke chapter 2 verse 41, അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ നാളിന് യെരൂശലേമിലേക്ക് പോകും. And it says that his parents always go to Jerusalem every year. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. And when he was told, they went to Jerusalem as the custom. ആമേൻ സ്തോത്രം. അപ്പോൾ യെരൂശലേമിലേക്ക് പതിവ് പോലെ പെസഹ പെരുന്നാളിന് കടന്നു പോകുന്ന ഒരു കൂട്ടം ജനം. And we can see a crowd of people who are gone to Jerusalem every year for the feast of Passover. ആമേൻ. പെരുന്നാളിന്റെ അവസാനം ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, and on the last day of the feast, പുരോഹിതൻ ശീലോം കുളത്തിൽ നിന്ന് ഒരു കുടം വെള്ളം കൊണ്ടുവന്നിട്ട് അതിനെ നീരാജനം ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെ പ്രാർത്ഥിച്ച് കടന്നു വരുന്ന ജനത്തിന് മേൽ തളിക്കുക പതിവാണ്. And the priest goes into the Siloam pond and he used to take water and he used to purify it and sprinkle over the people. കടന്നു വരുന്ന ജനമെല്ലാം തിക്കിത്തിരക്കി ഈ പുരോഹിതൻ വെള്ളം തളിക്കുമ്പോൾ അതിൻ്റെ ഒരു തുള്ളി വെള്ളമെങ്കിലും എൻ്റെ ദേഹത്തു വീണാൽ എനിക്ക് വിടുതല, എനിക്ക് അനുഗ്രഹമാണ്, അത് സന്തോഷമാണെന്ന് കരുതി എല്ലാവരും തിക്കിത്തിരക്കി പുരോഹിതന്റെ അടുക്കിലേക്ക് ചെല്ലും. And there were multitude of people and they were thinking that if that water sprinkle on their body, that will be a blessing for them, so they used to hurry to get into them. പക്ഷേ ഈ ഒരു കുടം വെള്ളം എത്ര പേരുടെ മേളിലാണ് തളിക്കാനുള്ളത്? And it was just one pot of water and it can't be sprinkled for all the people. പക്ഷേ കടന്നു വരുന്ന ജനത്തിനൊരു ആഗ്രഹമുണ്ട്, ആ വെള്ളത്തിൽ ഒരു തുള്ളി വെള്ളം എൻ്റെ ദേഹത്ത് വീഴണം. But the multitude of people, when they come there, they have that wish that one of the drop of that water should fall on them. 3-4 അതിൽ കൂടുതലുമുള്ള ദിവസങ്ങൾ നടന്ന് അവർ വരുന്നത്. And they walk for 3 or 4 days to come into the temple. അന്നത്തെ കാലത്ത് BMW ഇല്ല. That day there was no car. അന്നത്തെ കാലത്ത് ഫ്ലൈറ്റ് ഇല്ല അവർക്ക് വന്ന് ഇറങ്ങാൻ. And they don't have flights to travel. ആ യെരൂശലേമിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള യാത്ര എന്ന് പറഞ്ഞത് വളരെ ദുഷ്കരമാണ്. And the travel to Jerusalem is very difficult. അവിടെ ടാറിട്ട റോഡുകളില്ല. And the roads were not smooth.
കോൺക്രീറ്റ് ചെയ്ത റോഡുകളില്ല, and the roads were not concrete, പൂഴി മണലിൽ കൂടെ നടന്നു വേണം നീങ്ങാൻ. and they were coming through the sand. എന്നാൽ ചിലർ സീ മാർഗം യാത്ര ചെയ്യാറുണ്ട്. Some people had to come through the sea, പ്രത്യേകിച്ച് അത് ബിസിനസ്സുകാരാ ഉപയോഗിക്കുന്നത്. but that has been used by the സാധാരണ businessmen. ജനം കടന്നു പോകുമ്പോൾ അവർ നടന്നു പോകും, But the common people used to go by feet, അല്ലെങ്കിൽ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യും. or they used to travel by the donkey. എത്ര പേർക്ക് കഴുതപ്പുറത്ത് യാത്ര ചെയ്യാം? How many people can travel through a ഒട്ടകപ്പുറത്ത് donkey? യാത്ര ചെയ്യും, And some people go through എന്നാൽ camel, തനി അവർ യാത്ര ചെയ്യാറില്ല. and they never travel alone. തനിയെ എന്തുകൊണ്ടാണ് അവർ യാത്ര ചെയ്യാത്തത്? Why they don't travel alone? കള്ളന്മാര് അവരെ സ്വത്രം ഉപദ്രവിക്കുന്ന ആളുകൾ വഴിയിൽ പതുങ്ങിയിരിപ്പുണ്ട്. Because there are thieves around the road and they can attack him. അതുകൊണ്ട് ആരും തനി യാത്ര ചെയ്യുന്ന ഒരു പതിവർക്കില്ല. So they never travel alone. അവർ ദീർഘ യാത്ര ചെയ്യണമെങ്കിൽ, And when they have to travel for ഷോപ്പിങ്ങിന് long, പോകണമെങ്കിൽ, and if they have to go for shopping, അവർ ഒരുമിച്ച് വില്ലേജിലുള്ള എല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കും ഇന്ന ദിവസം നമുക്ക് ഒരുമിച്ച് പോകാം. and the people around the village, they take a decision together and they used to travel. ഇല്ലെങ്കിൽ വഴിയിൽ അനർത്ഥം പതിയിരിപ്പുണ്ട്. Otherwise there will be problem on the road. ശത്രു അവരെ അപഹരിക്കുവാൻ സ്വത്രം അവരെ ഉപദ്രവിക്കാൻ ഇടയാകും. Then enemies might attack in അതുകൊണ്ട് their അവർ journey. യാത്ര ചെയ്യുമ്പോൾ കൂട്ടത്തോടെ യാത്ര So ചെയ്യുന്നത്. they always used to travel in group. അതുകൊണ്ടാണ് നമുക്ക് കാണുവാൻ യേശുവിന്റെ അമ്മയും അപ്പനും യെരുശലേമിലേക്ക് ഉത്സവത്തിന് പോയപ്പോൾ അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. That's why we are seeing here when Jesus' mom and dad, they went to Jerusalem, they were gone in a group. അവർ 3 ദിവസം യാത്ര ചെയ്ത യെരുശലേമിൽ ഉത്സവത്തിന് വന്നത്. And they traveled for 3 days to come to Jerusalem. അപ്പോൾ നോക്കണമേ, വലിയൊരു ഈ ഉത്സവത്തിന് ജനം വളരെ വിദൂരയിൽ നിന്ന് നടന്നു വരുന്നത്. And for this festival, people are coming from far. സന്തോഷിക്കാനല്ല, They are not coming for വിടുതൽ പ്രാപിക്കാൻ, they are coming for deliverance. അനുഗ്രഹം പ്രാപിക്കാൻ. They are coming for blessings. പുരോഹിതൻ വെള്ളം തളിക്കുമ്പോൾ അതിന്റെ ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്തെ വീണം അനുഗ്രഹം പ്രാപിക്കണം, വിടുതൽ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ വളരെ വിദൂരയിൽ നിന്ന് കടന്നു വരുന്ന ഒരു കൂട്ടം ജനം. They are just coming so that when the priest sprinkles the water, that can fall on them. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ സ്വത്രം പുരോഹിതൻ ഈ കുടത്തിലെ വെള്ളം പ്രാർത്ഥിച്ച് ജനത്തിന്മേൽ തളിക്കുമ്പോൾ വളരെ ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനം. And here one multitude of people, they are waiting for that water to be sprinkled on them on the last day of the great festival. അങ്ങനെ പുരോഹിതൻ പ്രാർത്ഥിച്ച് ജലം തളിക്കും. And the priest gave that water. ഈ തിക്കിത്തിരക്കി ഈ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്നവർ സ്വത്രം ആ ഒരു തുള്ളി അല്ലെങ്കിൽ കണം അവരുടെ ദേഹത്ത് വീഴാതെ നിരാശയോടുകൂടി മടങ്ങിപ്പോകുന്ന അവസ്ഥ. And there are some people from the crowd, they haven't even got a sprinkle of water and they had to go back home. 3 ദിവസം യാത്ര ചെയ്തത് വെറുതെ ആയല്ലോ. And they have come in vain for the 3 days travel. ദീർഘയാത്ര ചെയ്തത് വെറുതെ ആയല്ലോ. And they come from long journey, but നിരാശയോടുകൂടി മടങ്ങിപ്പോകുന്ന ജനത്തെ കണ്ടുകൊണ്ട്, and because they are desperate and they were going back. യേശു വിളിച്ചു പറയുക, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, And the Jesus seeing them, he is calling them and telling them, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. and Jesus is saying, if any man is thirsty, let them come to me and drink. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്നാൽ വെറുതെ മടങ്ങി പോകയില്ല. And the one who is thirsty, if they come to me, they won't go in vain. ആഗ്രഹത്തോടെ കടന്നു വന്നാൽ നിരാശയോടെ കടന്നു പോകത്തില്ല. And if you are coming with that kind of decision, you won't go back desperate. പക്ഷേ യേശുവിന്റെ അടുക്കൽ വരണം. But you have to come near Jesus. അവന്റെ അടുക്കൽ വന്നാൽ, And if you come near him, അവന്റെ പാദപീഠത്തിൽ ഇരുന്നാൽ, and if you come near his feet, നിരാശയോടുകൂടെ കടത്തിവിടുന്നവനല്ല എൻ്റെ യേശു കർത്താവ്. and you will not go back in vain. ഇന്ന് പകലിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ അവസാന ദിവസം, And if you all are in the fasting and praying and in the last day of today, ദൈവജനത്തോട് ഞാൻ പറയുന്നു, ആഗ്രഹത്തോടെ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, and if you have come here with that decision and decision, എനിക്ക് ദൈവസന്നിധിയിൽ ചിലത് പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, and if you have come here thinking that you need something from the Lord, എന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നീ കാണണമെന്ന ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, and if you have come for a deliverance from the Lord, അവൻ ഇന്ന് നിരാശയോട് പറഞ്ഞു വിടത്തില്ല. and what God will not send you back in vain. വന്നതുപോലെ മകർത്താവ് മടക്കി വിടത്തില്ല. God will not go back, you will not go back in the way you came. അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുവാൻ കർത്താവ് കൃപ You നൽകും. will go back with the blessings from the Lord. ആമേൻ. സ്വതന്ത്രം. അതുകൊണ്ട് യേശു പറയുക, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. That's why Jesus said, all the one who are thirsty, come to me. പുരോഹിതന് തരാൻ കഴിയാത്തത്, Whatever priest can't give you, ലോകത്തിന് തരാൻ കഴിയാത്തത്, whatever the world can't give you, എന്റെ കർത്താവിന് തരുവാൻ കഴിയും. the Lord can give you. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? And if you are ready to അവന്റെ get it, പക്കൽ നിന്ന് മാത്രമേ നമുക്ക് പ്രാപിക്കാൻ കഴിയൂ. only from Jesus you can have it. അവന്റെ പക്കൽ നിന്ന് മാത്രമേ വിടുതൽ പ്രാപിക്കാൻ കഴിയൂ. Only Jesus can give you the deliverance. അതുകൊണ്ട് ജനത്തോട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ കടന്നു വരട്ടെ. That's why Jesus cried out to the multitude and said that all the one who are thirsty, come to me. ആമേൻ. ഇവിടെ പറയുന്നു, ജീവജലത്തിന്റെ നദി ഒഴുകും. And it says that there is a flow of life. ആമേൻ. അത് പറഞ്ഞത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. And it is saying about the spirit over there. ആമേൻ. അഭിഷേകം പ്രാപിച്ച,
And if you got that attitude, ആത്മാവ് നിന്റെ മേൽ വന്നാൽ if the Holy Spirit come on you, നീ ആള് മാറും, you will become a different person. നിന്റെ സ്ഥിതി മാറും, Your situation will change. വ്യത്യാസങ്ങൾ സംഭവിച്ചു തുടങ്ങും. And there will be a difference in your life. ആർക്കും മാറ്റാൻ കഴിയാത്തതിനെ മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി. If anyone can't do anything in your life, but that can change your life. ആർക്കും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ, സ്വതവേ ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ആത്മാവ് വ്യാപരിച്ചാൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കും. And if there is no transformation in your life, if the Holy Spirit move around you, there will be a transformation. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നിന്റെ സ്ഥിതി മാറും, And your situation will change. നിന്റെ ഗതി മാറ്റും, And your pathway will change. പുതിയ പാതകൾ തുറക്കപ്പെടും. And there will be a new path for you. പ്രൈസ് ദി ലോർഡ്. Amen. പത്രോസിന്റെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായത് താൻ ആരാണെന്ന്. In Peter's life, when he received the anointing, that time he realized who he is. അതിന്റെ മുൻപാകെ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് മത്തായി സുവിശേഷം 16-ാം അധ്യായം 18 താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അവിടെ വെച്ച് യേശു കർത്താവിന് അധികാരം കൈമാറി. Before that, one day Jesus had actually transferred the authority to him. ആമേൻ, സ്തോത്രം. ഭൂമിയിൽ കെട്ടുന്നൊക്കെ ഞാൻ സ്വർഗ്ഗത്തിൽ കെട്ടിയിരിക്കും. And it was said that whatever you bind in heaven, in earth, it will be bound in heaven. ഭൂമിയിൽ അഴിക്കുന്നൊക്കെ ഞാൻ സ്വർഗ്ഗത്തിൽ അഴിച്ചിരിക്കും. Whatever you loose here, that will be loosened in heaven. സ്വർഗ്ഗത്തിന്റെ താക്കോൽ നിന്റെ പക്കൽ ഞാൻ തരുന്നു. And I am giving you the key of the heaven. ആമേൻ. ആർക്കും ലഭിക്കാത്ത ഒരു പദവി പത്രോസിന് കർത്താവ് കൈമാറി. And God had given a very good plan for Peter. ഈ അധികാരം കൈമാറിയത് കേവലം 3.5 വർഷം കൊണ്ടാണ്. And this was given in the 3.5 years. യഹൂദന്മാരുടെ നിയമം പഠിക്കുമ്പോൾ കഴിയുവാൻ കഴിയുന്നു, ആമേൻ, സ്തോത്രം, മോശയുടെ ന്യായപ്രമാണത്തിലിരുന്ന് ന്യായപ്രമാണം വ്യാഖ്യാനിക്കാൻ അധികാരം കിട്ടണമെങ്കിൽ കേവലം 16 വർഷം ന്യായപ്രമാണം പഠിക്കണം. And if you learn the law of Jesus, if you have to be a person who can translate the Moses law, you need 16 years of education. 5-ാം വയസ്സിൽ അവൻ സ്ക്രൈബൽ സ്കൂളിൽ പോകും. And in the 5th year they will go into scribal 10-ാം school. വയസ്സിൽ സ്ക്രൈബൽ സ്കൂളിൽ നിന്ന് പുറത്തു വരും. And on the 10th year they will come out. അടുത്ത 6 വർഷം കൂടെ ന്യായപ്രമാണം ഗമാലിയലിന്റെ കീഴിൽ ഇത് പഠിക്കണം. And another 6 years that he needs to learn the law. 16 വർഷം കഴിയുമ്പോൾ അവൻ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തു വരും. And after 16 years he will be getting graduated. ഗ്രാജുവേഷന് മോശയുടെ ന്യായപ്രമാണത്തിന്മേൽ കയറ്റിയായിരുന്നു. And on the graduation day he will be sitting on the law of Moses. എന്നിട്ട് അധികാരം അവന് കൈമാറും. And he will be transferred the authority. എന്നാൽ കേവലം 3.5 വർഷം കൊണ്ട് ആർക്കും ലഭിക്കാത്ത ഒരു അധികാരം കർത്താവ് പത്രോസിന് കൈമാറി. But within 3.5 years Peter received that authority from the Lord. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ പത്രോസിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. But Peter didn't understand that time. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പോകുക. ആമേൻ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ When you come to Acts chapter 2, അവർ ആമേൻ, സ്തോത്രം, മാർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേരെ ഒരുമിച്ച് ദാഹത്തോടെ ആവശ്യത്തോടെ അവൻ ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ നിഴലിട്ടു. and when 120 people were sitting in the upper room and waiting for the Holy Spirit fell on them. അവർ അന്യഭാഷയിൽ സംസാരിച്ചു And they തുടങ്ങി. started speaking in other tongues. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചപ്പോൾ പത്രോസിന് മനസ്സിലായി, ഞാൻ സാധാരണക്കാരനല്ല, ഒരു ദൈവകൃപ എൻ്റെ മേൽ And വ്യാപരിച്ചിട്ടുണ്ട്. when Peter received the anointing on that day, he understood that he is not a common man. He is the one who received the grace from the Lord. അവന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. And his habit changed. അവൻ ആള് മാറി. And he became a different person. സംസാരത്തിന് വ്യത്യാസം വന്നു. And the way of talk is different now. അവൻ പ്രൈസ് ദി ലോർഡ് 3000 അവൻ ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, വലിയൊരു കൂട്ടം ജനത്തിന്റെ മധ്യേ അവൻ എഴുന്നേറ്റ് നിൽക്കാനിടയായി. And he could stand in the midst of a multitude of people. അതുവരെ ഭയത്തോടെ ഭീരുത്വമുള്ള പത്രോസ് ധൈര്യശാലിയായി ജനത്തിന് മുൻപാകെ നിൽക്കുക. Until that time he was a covered man, but he got the strength now. And the ദൈവത്തിന്റെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, അവൻ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ ദൈവസഭയോട് ചേർക്കപ്പെട്ടു. And the word of God says that in one speech 3000 people got baptized. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ If you come to Acts chapter 3, പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ 9-ാം മണി നേരത്ത് പോകുമ്പോൾ അവൻ ഭിക്ഷ യാചിക്കുന്നവനെ കണ്ടു. and if you can see that Peter and John, they were standing near the gate of beautiful. ആമേൻ, സ്തോത്രം. അവൻ പത്രോസിനെ യോഹന്നാനെയും കണ്ടപ്പോൾ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് വല്ലതും തരണം. On that day, the layman, the beggar asked him, is there anything that you can give me? പക്ഷേ പത്രോസിന് പറയാനുള്ളത്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. Then the Peter and John said, silver or gold nothing I have, but I have whatever I have, in the name of Jesus I am giving you, get up and walk.
ഇന്ന് വരെ പറയാത്ത വാക്കാ പത്രോസ് പറഞ്ഞത്. And the Peter never said that kind of things before. ഇന്ന് വരെ ഉപയോഗിക്കാത്ത അധികാരം പത്രോസ് എടുത്ത് ഉപയോഗിച്ചത്. And Peter used an authority that he never used അതിന് before. കാരണം അഭിഷേകം അവന്റെ മേൽ വന്നതുകൊണ്ട്. The reason is because he had the anointing now. അതാ ഞാൻ പറഞ്ഞ അഭിഷേകം വന്ന ആള് മാറും. That is why I said when you have the anointing of the Lord, you will be a different person. അഭിഷേകം വന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്ന അധികാരം നമ്മൾ തിരിച്ചറിയും. And when you have the anointing, then you will realize the power that Lord had given you. ഇവിടെ നോക്കണമേ, അമേ സ്തോത്രം, ദീർഘവർഷങ്ങൾ പിച്ച യാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ, അമേ സ്തോത്രം, എന്നും ദേവാലയത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അവൻ പിച്ച യോജിക്കും. And here you can see a beggar who used to sit in the gate of beautiful church and used to beg. അമേൻ, ആലയത്തിലേക്ക് കടന്നു വരുന്നവർ അവർ ആരാധിക്കുന്നു, അമേ സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, അവർ തിരികെ പോകുകയാണ്. And every day people come, they used to worship the Lord and they used to go back. പക്ഷെ പിച്ച യാചിക്കുന്നവൻ എന്നും പുറത്താ. And the person who beg always sit outside. ഇതിനകത്ത് എന്ത് നടക്കുന്നത് എന്ന് കാണാൻ അവൻ ആഗ്രഹമുണ്ട്. And the beggar wants to see what is happening inside the church. എന്നാൽ ഇന്ന് വരെ ഒരുത്തൻ പോലും അവനെ പൊക്കിയെടുത്ത് അകത്ത് കൊണ്ടുവരാൻ But തീരുമാനിച്ചില്ല. nobody had taken him inside to see what is happening inside the church. അവൻ എന്നും അവൻ തള്ളപ്പെട്ടവനാ. Because he was rejected always. അവൻ എന്നും നിന്ദിക്കപ്പെട്ടവനാ. He was always rejected outside. വല്ലവരും വല്ലതും കൊടുത്താൽ കഴിക്കാനുണ്ട്. And if someone gives him, he can use പക്ഷെ that. അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് ഇതിനകത്തൊന്ന് കയറണം. More than the alms that he received, he had that wish that he wants to get inside the church. പക്ഷെ അഭിഷേകം പ്രാപിച്ചവൻ കടന്നു വന്നപ്പോൾ മനസ്സിലായി ഇവൻ പുറത്തിരിക്കേണ്ടവനല്ല, പിച്ച യോജിച്ച് പുറത്തിരിക്കേണ്ടവനല്ല, ഇവൻ അകത്തു വരേണ്ടവനാ. But the man, when who had the anointing came near him, he understood he is not the one who has to sit outside the church, but he has to be inside the church. പത്രോസ് പറഞ്ഞു, നസ്രായന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. And Peter told him, in the name of Jesus of Nazareth, get up. തൽക്ഷണം അവന് സൗഖ്യമായി. And suddenly he became healed. അവന്റെ മുടന്ന് മാറി. And his lame has gone. അവന്റെ ശരീരത്തിന് മൊത്തം മാറ്റം സംഭവിച്ചു. And the whole body had changed. അവന്റെ സ്വരത്തിന് മാറ്റം സംഭവിച്ചു. And his voice has changed. അവന്റെ ദർശനത്തിന് മാറ്റം സംഭവിച്ചു. And his vision has changed. വിടുതൽ പ്രാപിച്ചപ്പോൾ ഇനി അവിടെ ഇരിക്കാൻ അവൻ ചിന്തിച്ചില്ല. And after getting the deliverance, he didn't want to sit there more. അവൻ ചാടി എഴുന്നേറ്റ് ആലയത്തിനകത്ത് വന്നു. And he jumped and he got into the church. അവൻ മറ്റുള്ളവർ ആരാധിക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അവനും ആരാധിക്കാൻ And തുടങ്ങി. he started worshiping the Lord along with other people. അവന്റെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വന്നു. And his prayer life has changed. അവന്റെ പാട്ടിന് വ്യത്യാസം And വന്നു. his song has changed. കൈയടിക്ക് വ്യത്യാസം വന്നു. And the way of worshiping has changed. സ്വരത്തിന് കംപ്ലീറ്റ് അവന് മൊത്തത്തിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. And the whole body had transformed. ആലയത്തിൽ ഇരിക്കുന്നവർ പറയാ, ഇവൻ എത്ര നാൾ പുറത്തിരിക്കുന്നവനല്ലേ, And the one who was sitting inside the church said ഇവൻ that എങ്ങനെ ഇങ്ങനെ അകത്ത് വന്നത്. he used to sit outside. How he came നാലാമത്തെ inside? അധ്യായത്തിൽ വരുമ്പോൾ പരീശന്മാർ ചോദിക്കും, ഇവൻ എങ്ങനെ സൗഖ്യം പ്രാപിച്ചത്. And the chapter 4 they are asking, the Pharisees asked how he got healed. സമയമില്ലാത്ത ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു പത്രോസിനെ പിടിച്ച് ചോദ്യം ചെയ്യാനിടയായി. And the Pharisees started questioning Peter. ഈ പഠിപ്പില്ലാത്തവൻ എങ്ങനെ ധൈര്യം കിട്ടി. And how he got that courage. ആമേൻ സ്തോത്രം. ധൈര്യമില്ലാത്തവൻ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. How he could get that courage to do these things. ആമേൻ. അവിടെ ഇപ്രകാരമാണ് കാണുന്നത്. 4:13 പറയുന്നു, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. And there you can say that the Pharisees were marveled seeing the boldness of Peter and John. അവൻ സാധാരണക്കാരനാണ് പത്രോസ്. And because they were common men. മുഖ്യ പാരമ്പര്യമുള്ളവൻ. They were fisher. ധൈര്യമില്ലാത്തവൻ. They never had the braveness. വ്യതിചലിക്കുന്നവൻ. And they used to change. 4 പേരെ കണ്ട മുട്ടിടിക്കുന്നവൻ. And they used to get fear when they see സംസാരിക്കാൻ 4 കഴിവില്ലാത്തവൻ. people. And they can't speak properly. വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തവൻ. And they never had the education. പക്ഷെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ But when they had the Holy Spirit, അവന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. their changes, there was changes in അങ്ങനെയെങ്കിൽ the ഇന്ന് situation. പകൽക്കാലം സ്ഥിതിക്ക് മാറ്റം വരുത്താൻ And the same way you can change your ഇതുവരെ situation. നോക്കിയിട്ട് സ്ഥിതിക്ക് മാറ്റം വരുന്നില്ലെങ്കിൽ, Whatever didn't change in your life, എത്ര പരിശ്രമിച്ചിട്ട് മുന്നേറാൻ കഴിയുന്നില്ലെങ്കിൽ, and how far you tried, nothing was changed. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ എന്റെ കർത്താവിന് കഴിയും. And if you submit yourself for the Holy Spirit, he can change your life. യേശു കർത്താവ് പറയുക, And Jesus was saying, ദാഹിക്കുന്നവരെല്ലാം എന്റെ അടുക്കൽ വരട്ടെ. all the one who are thirsty, പകൽക്കാലം കടന്നു വന്നൊരു ദാഹത്തോടെയാണോ? and are you come here with the thirst? ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, ജീവജല നദി ഒഴുകും. And what the word of God says, that there will be a flow of living water. ആരുടെ മേൽ? On whom? വിശ്വസിക്കുന്നവരുടെ മേൽ. The one who believes in him. ആമേൻ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. If you believe him, you will see the glory of the ആമേൻ Lord. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എസെക്കിയേൽ പ്രവചനം 47 അധ്യായം കടന്നു വരുമ്പോൾ, And if you go to Ezekiel chapter ആമേൻ, എസെക്കിയേൽ chapter 47, Ezekiel 47, അവിടെ നമ്മൾ കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്.
There you can see like this, ആമേൻ സ്തോത്രം. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് നദി ഒഴുകി. and you can see the river flowing from the door of the church. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ചിലപ്പോൾ വാട്ടർ എന്നും വിൻഡ് ഫയർ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. And some people says that is water, sometimes it is wind, അത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. and you can see that in the word of God. എന്നാൽ അങ്ങോട്ട് ഞാൻ കടന്നു പോകുന്നില്ല. And I am not going there. പക്ഷെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ജീവജല നദി ഒഴുകാൻ തുടങ്ങി. And you can see that from the foundation the water of living water started ആമേൻ flowing. സ്തോത്രം. അത് ആമേൻ ഒഴുകി ആമേൻ മുട്ടോളമല്ല, നരയണയോളമല്ല, മുട്ടോളമല്ല, നീന്തിയിൽ കടപ്പാൻ വഴിയാത്ത വലിയൊരു ആത്മപ്രവാഹം ആമേൻ സ്തോത്രം ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. And it is not until the knee or the waist, it was such that you have to swim to come over. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവത്തിന്റെ പൈതലേ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ And when there is a power of the Holy Spirit within you, അത് ഉള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, and that doesn't contain within you, അത് പുറത്തോട് വ്യാപരിക്കും, and it will go over you, അത് പുറത്തോട് ഒഴുകും, and it will start flowing outside അത് you, ഇഷ്ടമുള്ളിടത്തോട് ഒഴുകും, and it will flow where it has to, എത്തേണ്ടിടത്തെത്തും. and it will reach somewhere. അതിനെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. Nobody can stop it. എവിടൊക്കെ ആത്മാവ് വ്യാപരിക്കുന്നുവോ അവിടൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. And wherever the Holy Spirit hovers, ഇന്ന് പകൽക്കാലം ദൈവസഭ അതിനായി ഒരുങ്ങിക്കഴിഞ്ഞാൽ, and if the church get ready for that, ദൈവസഭ അതിനായി വിട്ടുകൊടുത്താൽ, and if the church goes for it, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടാനിടയാകും. and there will be miracles from the Lord. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അത് ഒഴുകി ഒഴുകി ആമേൻ സ്തോത്രം അത് കരകവിഞ്ഞൊഴുകാനിടയായി. And it will flow and flow, and it will go over it. ആമേൻ സ്തോത്രം. രണ്ട് സൈഡിലും മരങ്ങളുണ്ട്. And both sides there will be trees. അതിന് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, അത് വളർന്ന് പന്തലിച്ചു. And the trees were grown. അത് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. And it started bearing fruits. വളർന്നാൽ മാത്രം പോരാ, It doesn't matter, it just ഫലം fruits. ഉണ്ടാകണം. There should be fruits. ആമേൻ സ്തോത്രം. ആമേൻ മാർക്കോസ് സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു, ആമേൻ സ്തോത്രം, ഫിഗ് ട്രീ വളർന്ന് തളർത്ത് നിൽക്കുക. And in Mark chapter 11 you can see how fig is നല്ല growing. ഇലയുണ്ട്. And it has got a lot of leaves. യേശു കർത്താവ് ചിന്തിച്ചു ഫലമുണ്ടെന്ന്. And then Jesus thought there will be fruits. അതിന്റെ കീഴിൽ ചെന്നപ്പോൾ ഒരു ഫലവും ഇല്ല. And when he came to fig tree there were no fruits. യഹൂദന്റെ ആത്മീയത അത് കാണിക്കുക. And it shows the spirituality of the എല്ലാം Jews. ഉണ്ട്. And they got everything. എല്ലാ റിച്വലിസം ഉണ്ട്. And they have done all the പക്ഷെ rituals. ഫലമില്ല. But there are no fruits. ആമേൻ. ആത്മീയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. There is no point they say that ഫലമുള്ളതായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് but ആഗ്രഹിക്കുക. there should be spiritual fruits. ഫലം പുറപ്പെടുവിച്ചാൽ If you അത് അനേകർക്ക് അനുഗ്രഹമായി തീരും. and if you produce spiritual fruits, പറവകൾ വന്നിരിക്കും. and there will be blessing. അനേകർ ആശ്വാസത്തിനായി അതിന്റെ കീഴിൽ വന്നിരിക്കും. And there will be so many falls, and then so ഇന്ന് many പകൽക്കാലം people വളർച്ച പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. and the God wants us to grow. വളർന്ന് പന്തലിക്കട്ടെ. The wants us to grow in ഞാൻ പറഞ്ഞല്ലോ, ഉള്ളിൽ ഒതുങ്ങാനല്ല, it should not be contained within അത് you, വളർന്ന് പന്തലിക്കണം. and it should grow. ദൈവസഭ ഈ ദിവസങ്ങൾ വളർന്ന് And പന്തലിക്കട്ടെ. the church should grow like ഒരു that. വിശാലതയിലേക്ക് വരട്ടെ. Let it go in the boundaries, അങ്ങനെയെങ്കിൽ അനേകർ ഇതിനകത്ത് വരും. so that so many people will come in. അഭിഷേകന നദി ഒഴുകിയാൽ And there will be a flow of അത് living- ചെന്ന് ചേർന്നിടത്തൊക്കെയും പ്രാണികൾ ചലിക്കാൻ തുടങ്ങും. and when the living water reaches place, then there will be lot of creatures moving. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്ന ഇപ്രകാരം, And the Ezekiel case says like this, ചലിക്കാത്ത പ്രാണികൾ ചലിച്ചു തുടങ്ങി. and the creature that doesn't move, even that ജീവനില്ലാതെ starts moving. കിടക്കുന്നത്, And the one which doesn't have ഉറങ്ങിയും life, മയങ്ങിയും കിടക്കുന്നത്, the one which is slumber and sleep, നിരാശയോടെ കിടക്കുന്നത്, and the one who is desperate, അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത്, the one who doesn't know what to do. നിന്റെ ചുറ്റുപാടിലും ഉണ്ടെന്ന് തിരിച്ചറിയണം. And if there are people around you പക്ഷെ like that, ദൈവശക്തി വ്യാപരിച്ചാൽ, and when there is an anointing, ജീവജല നദി ഒഴുകിയാൽ, and when there is the power of the Lord, നാളുകളായി ചലിക്കാതെ കിടക്കുന്നത്, and the one which doesn't move for long, നാളുകളായി ജീവനറ്റത്, the one which is lifeless, മരണത്തോട് മല്ലടിക്കുന്നത്, the one which is going for the death, ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തത്, and the one doesn't have aim in the അവർ life, പുതുക്കം പ്രാപിച്ച് അകത്തു വരുവാൻ എന്റെ കർത്താവ് and they will മതിയാവണം. get the newness of life, and they will come ഇന്ന് within the പകൽക്കാലം church. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, And if you submit to the Lord for that, ആഗ്രഹത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, and if you come with that kind of love, ദൈവപ്രവൃത്തി വെളിപ്പെടും. and there will be actions of the Lord. പ്രൈസ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഇപ്രകാരമാണ്. And but that's what you can അവൻ see നദി here. ഒഴുകി ഇക്കരയും അക്കരയുമുള്ള, And the water flow here and there, ആമേൻ, അനവധി വൃക്ഷങ്ങൾ വളർന്ന് പന്തലിച്ചു. and there will be lot of trees that when grow, ഒരു സൈഡ് മാത്രമല്ല, and it's not on one side, രണ്ട് സൈഡും, it's both sides of the ഇരുകരയും river, ഇരുകരയും അത് and both sides കവിഞ്ഞൊഴുകാൻ of- ഇടയാകും. and both bank of the അത് river, ചെല്ലുന്നിടത്തൊക്കെയും പ്രാണികൾ ചലിക്കും. and wherever it reaches there will be a movement of the അത് creatures, ചെല്ലുന്നിടത്തൊക്കെയും വൃക്ഷം പടർന്ന് പന്തലിക്കും. and the trees will grow, ആമേൻ. അത് മാത്രമല്ല ഇവിടെ പറയുന്നത്, ആ ജലം പഥ്യമാ, and that water is pure, ദൈവത്തിന്റെ ആത്മാവ് പഥ്യമാ. and the spirit of the Lord is അത് pure, ആരെങ്കിലും തൊട്ടാ and if it touches someone, അവിടെ വിടുതൽ വ്യാപരിക്കും, and there will be deliverance, സൗഖ്യം വ്യാപരിക്കും. there will be healing. ക്യാൻസർ രോഗികൾ സൗഖ്യമാകും. All the people who had cancer will ക്യാൻസർ be രോഗം healed. എന്റെ കർത്താവിന് ഒരു വിഷയമല്ല. Cancer is not a മാറാ subject രോഗം for എന്റെ the Lord. കർത്താവിന് ഒരു വിഷയമല്ല. Whatever disease is not a thing എന്റെ for Lord. കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചാൽ
അവനൊരു പുതിയ സൃഷ്ടിയായി പുറത്തു വരും. And when there is a spirit of the Lord, there will be a new അതുകൊണ്ട് creation. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത് That's why it is in Romans chapter 8. ആത്മാവുള്ളിടത്ത് ജീവൻ ഉണ്ടാകും. Wherever there is spirit, there will be life. ആത്മാവില്ലാത്തടത്ത് മരണം സംഭവിക്കും. And where there is no spirit, there will be death. ഇന്ന് പകൽക്കാലം ആത്മാവ് വ്യാപരിക്കട്ടെ. Let the spirit നിന്റെ flow. കുടുംബത്തിൽ വ്യാപരിച്ചാൽ, Let it be in the family. വ്യക്തികളിൽ Let വ്യാപരിച്ചാൽ, it be in the persons. അവൻ ചലിക്കേണ്ടത് ചലിപ്പിക്കാൻ And if there will be movement, എത്ര പരിശ്രമിച്ചിട്ടും ചലനമില്ലാതെ കിടക്കുന്നതിന്, whatever which was not moving for long, എത്ര പരിശ്രമിച്ചിട്ടും ഒരു മൂവ്മെന്റ് ഇല്ലാത്തതിന്, and whatever you tried hard and there was no movement, ഇന്ന് പകൽക്കാലം ചലിപ്പിക്കാൻ എന്റെ കർത്താവ് the മതിയാകും. Lord can move it. ദൈവത്തിന് സമർപ്പിക്കാൻ തയ്യാറാണോ? Are you submit yourself? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. And the Lord will reveal ഈ his ദിവസങ്ങളിൽ in these days. അമിസ്വതം ചലിക്കാതെ ചലിക്കട്ടെ. Let the ones which doesn't move, നാളുകളായി ഉറങ്ങിയും മയങ്ങിയും കിടക്കുന്നത്, and the one which is sleeping, നാളുകളായി വിഷയങ്ങൾക്കൊരു നീക്കുപോക്കില്ലാത്തത്, the subjects that was not moving for എത്ര long, പരിശ്രമിച്ചിട്ടും മുന്നേറാൻ കഴിയാതിരിക്കുന്നത്, and you tried hard and nothing happened. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ പ്രവൃത്തിക്കായി വിട്ടുകൊടുത്ത Let us free ourselves so that the spirit can move it. ചലിക്കാത്തത് ചലിച്ചു തുടങ്ങും. And the one which can't move will be moved today. ആമേൻ. അബ്രഹാം പറഞ്ഞത് ഇപ്രകാരമാണ്, അമിസ്വതം ചാത്തിൽ നിന്നും And what- ഇല്ലാത്തതിനെ ഉള്ളതുപോലെ മടക്കി വിളിച്ചു തരാൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ. That's what Abraham said, from the ashes God can move things and bring new things. ആമേൻ. നമ്മുടെ ശൂന്യത നികത്താൻ കഴിയുന്ന ദൈവത്തിന്റെ കൃപ, And the only Jesus grace can fill the vein. അത് ഇന്ന് പകൽക്കാലം വ്യാപരിപ്പാൻ ഇടയാകട്ടെ. And let that fill here. ആമേൻ. സഹോദരൻ, ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, ആമേൻ, വെള്ളം പത്യമായി തീരും, അത് ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ചലിച്ചു തുടങ്ങും. And it says that the water wherever it reaches and the things can move. ആമേൻ. സ്തോത്രം. എന്ന് പറയുക ഏറ്റവും വളരെ മത്സ്യം ഉണ്ടാകും. And there will be lot of fish. ഒന്നും രണ്ടും അല്ല, It's not just one or 10 two. പേരല്ല, It's not 10. ഇത്രയും പേരല്ല, It's not this much. വലിയൊരു കൂട്ടം മത്സ്യം There will be a crowd. അകത്ത് വരും. It will come inside. പക്ഷെ ആത്മാവിന്റെ പ്രവർത്തനമായി വിട്ടുകൊടുക്കണം. Because you have to live for the Lord. ആഗ്രഹമുണ്ടോ? ആഗ്രഹത്തോടെയാണ് നമുക്ക് കടന്നു വന്നിരിക്കുന്നത്. Do you have that kind of ambition? അതിനായി നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? Are you അതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? Are you praying for it? ദൈവം നിറയ്ക്കാൻ ശക്തനാ. And the God can make it. മത്സ്യം വരണമെങ്കിൽ, If the God has to give you മത്സ്യം fish, ഉണ്ടാകണമെങ്കിൽ if there should be fish, ആത്മാവ് ചലിക്കണം. the ആത്മാവിന്റെ ജീവജല നദി ഒഴുകണം. the spirit has to move. വെള്ളമില്ലാത്തടത്ത് മത്സ്യം ഉണ്ടാകത്തില്ല. If there is no water, there വെള്ളം won't be fish. ഉണ്ടെങ്കിൽ മത്സ്യം വരും. If there is water, there will be വെള്ളം fish. ഉണ്ടെങ്കിൽ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റൂ. If there is water, fish ഇന്ന് can live. പകൽക്കാലം കർത്താവിന് വിട്ടുകൊടുക്ക. Let us live to the Lord. ആമേൻ. നദി ഒഴുകട്ടെ. Let the എന്നിൽ river നിന്ന് flow. നദി ഒഴുകട്ടെ. Let the river flow ഇവിടെ from ഇരിക്കുന്ന me. ഓരോ വ്യക്തിയിലും നദി ഒഴുകട്ടെ. Let the river flow from every ജീവജല person. നദി ഒഴുകിയ Let the flow of living water. കരം കൊടുക്കുന്നവൻ വിടുതൽ പ്രാപിക്കും. The one who agrees for it will നമ്മെ deliver. കാണുന്നവർ വിടുതൽ പ്രാപിക്കും. The one who sees you will deliver. ചെല്ലുന്നിടത്തൊക്കെ വിടുതൽ സംഭവിക്കും. Wherever you go, there will be ഇന്ന് ഞാൻ deliverance. വിശ്വസിക്കുന്നവനാ. If you had എന്റെ നിയമസ്വത്രം 14 വർഷത്തെ ചർച്ച് മിനിസ്ട്രിയിൽ in my 14 years of ഒത്തിരി വിടുതൽ ministry, കാണാൻ കർത്താവ് എനിക്ക് കൃപ തന്നിട്ടുണ്ട്. I have seen lot of deliverance. ഒത്തിരി പേര് സൗഖ്യം പ്രാപിക്കുന്നത് കാണാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. I have seen lot of healings. ഞാനൊരു ഹീലിംഗ് മിനിസ്റ്റർ ഒന്നും അല്ല, I am not a healing പക്ഷെ minister. എനിക്കൊന്നറിയാം, ദൈവം പ്രവർത്തിക്കാൻ ശക്തനാ. I know that Lord can do പ്രാർത്ഥിക്കുന്നത് things. വിടുതൽ നടത്താൻ കർത്താവ് ശക്തനാ. If you pray, there will be ഇന്ന് പകൽക്കാലം deliverance. വിശ്വസിച്ചാൽ, If you believe in, വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ, if you believe and pray, ആത്മശക്തിയോടെ പ്രാപിച്ചാൽ, and if you believe and pray, മുട്ടുമടക്കാത്തതിനെ മുട്ടുമടക്കാൻ and the one who needs, ആമേൻ. സ്തോത്രം. കർത്താവ് മതിയായവനാ. and God is sufficient വിശ്വസിക്കാൻ for. തയ്യാറാണോ? Are you okay to believe it? ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറാണോ? Are you submit ourselves? കർത്താവ് നമുക്ക് വേണ്ടി വലിയ ചെയ്യാം. And God can do mighty Praise things. the Lord. Praise the Lord. ഹല്ലേലൂയ. Amen. ഇവിടെ പറയുക, ആമേൻ സ്തോത്രം, വലിയൊരു ആമേൻ വളരെയധികം മത്സ്യം ഉണ്ടായി. And you can ഈ see നദി that ചെല്ലുന്നിടത്തൊക്കെയും അത് പത്യമായി തീർന്നു. And you can see that wherever that water reaches, there will be lot of fish. ആമേൻ. ആത്മാവ് ചെല്ലുന്നിടത്തൊക്കെയും എന്ത് ചെയ്യും? ജീവനില്ലാത്തത്, ചലിക്കാത്തത്, രോഗിയായിരിക്കുന്നത്, ബന്ധനത്തിലായിരിക്കുന്നത്, പിശാചിന്റെ കോട്ടയിലായിരിക്കുന്നത്, അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. Wherever the Holy Spirit moves, and there will be lot of deliverance. അഭിഷേകത്തിന്റെ ശക്തിയോടെ മൂവ് ചെയ്യണം. And it has to be with the anointing. അഭിഷേകത്തിന്റെ ശക്തി വേണം. And with that anointing, കേട്ടാ പോരാ, it is not just hearing. പ്രസംഗം കേട്ടാ പോരാ, You are not just hearing. കേട്ട് കേട്ട് തഴമ്പിച്ചാ പോരാ, You are not just hearing. എന്നും കേട്ടാ പോരാ, Not every day hearing. അത് പ്രാപിക്കാൻ നാം തയ്യാറാകണം. And you should have that power ആ of ശക്തി anointing. നമ്മുടെ അനുഭവമാകണം. And you should have it. അനുഭവത്തിൽ വന്ന If you have that, അനുഭവമുള്ളവരായി തീർന്നാൽ, and then it becomes your experience. പ്രൈസ് ദി ലോർഡ്. Amen. നമ്മളൊക്കെ ഈ പ്രാപിച്ചതുപോലെ അന്ന് പ്രാപിച്ചത് ഇന്നും. It is not like that day how you acquired it. എന്ന അഭിഷേകം പ്രാപിച്ചത് അതേ ലെവലിൽ ഇപ്പോഴും പോകുന്നത്. And whenever you receive the anointing first time, you are in the same level even now. തിയോളജിക്കൽ പറയുന്നു ഫില്ലിംഗ് ആൻഡ് ഇൻഫില്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. It says in the theology, filling of the infilling of Holy Spirit. ഫില്ലിംഗ് മാത്രം പോരാ. It is not just the filling. ഒരിക്കൽ ഫില്ല് ചെയ്തു, You have filled it once, ഇപ്പോഴും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. and you are still filling it. ആ ഫില്ലിംഗ് തന്നെ പോയിക്കൊണ്ടിരിക്കുക. And you are in the same level. കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, You haven't gone far or ഒരേ ലെവലിൽ പോവുക. it
It is not more or less. അതിനല്ല same കർത്താവ് level. നമ്മെ വിളിച്ചത്. It's not that what Jesus called you അത് for. നിറഞ്ഞൊഴുകണം. And it should overflow. ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റിലേക്ക് വരണം. And they should have overflow of the ആമേൻ. Holy അങ്ങനെ Spirit. വന്നാ If you have it that ആ kind of stage, തലത്തിലേക്ക് നമ്മൾ എത്തിയ and if you have reached that വിടുതലുകൾ level, സംഭവിക്കും. there will be deliverance. ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കും. There will be deliverance. രോഗികൾ സൗഖ്യം പ്രാപിക്കും. There will be healing. വഴിയിൽ കിടക്കുന്ന അകത്തു വരും. And whoever is on the road will ചലിക്കാത്ത come ചലിച്ചു in. തുടങ്ങും. There will be a movement. ജീവനില്ലാത്ത ജീവൻ വെച്ച് There തുടങ്ങും. will be a life. പ്രൈസ് ദി ലോർഡ്. മരണത്തോട് മല്ലടിക്കുന്ന ജീവൻ പ്രാപിച്ച് മടങ്ങി വരും. And there will be a life. പാതാളത്തിന്റെ വക്കിൽ നിന്ന് ചിലതിനെ പിടിച്ചുകൊണ്ടിരാനുള്ള ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. And you can bring people from hell. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? Are you okay to leave? പ്രൈസ് ദി ലോർഡ്. Amen. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേട്ട് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് മാത്രം പറഞ്ഞ പോയാൽ പോരാ. And it is not just that hearing it and saying hallelujah. ആമേൻ. സ്തോത്രം. അത് പ്രാപിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. And you should receive it. ഈ ദിവസങ്ങളിൽ കർത്താവേ പറ, കർത്താവേ എനിക്ക് പ്രാപിക്കണം. You should say that I need to receive it. ഒരു പുത്തൻ അഭിഷേകം. I need a new anointing. ഇതുവരെ പ്രാർത്ഥിച്ചതുപോലെയല്ല. Not like all the days I prayed. ഇതുവരെ ആരാധിച്ചതുപോലെയല്ല. Not that like I ഇതുവരെ worshipped all these കൈയടിച്ചതുപോലെയല്ല. days. Not like clapping ഒരു every day. പുതിയ തലത്തിലേക്ക് I want to go into a new കർത്താവ് നമ്മെ level. കുറിച്ച് അതാ ആഗ്രഹിക്കുന്നത്. That's what Jesus asked. എന്നും ഒരുപോലെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധനയ്ക്ക് ഒരു വ്യത്യാസം വരട്ടെ. And we should change the way of എന്നും worship. ഇരിക്കുന്ന പോലെ അങ്ങ് ഇരിക്കല്ല. You should not sit in the same way how you sit. ചിലവർ അവരിയ്ക്കുന്ന സീറ്റ് തന്നെ ഇരുന്നാലേ പാടാൻ പറ്റുള്ളൂ. Some people has to sit in അതൊക്കെ the ഒരു same മാറ്റം വരണം. seat. Same chair, then only they can ആമേൻ. pray. ആമേൻ. ഒരു വ്യത്യാസം വരണം. There should be a difference. ആമേൻ. സ്തോത്രം. എൻ്റെ കുഞ്ഞിനെ ചേർത്തിരിക്കുന്ന സ്കൂളിൽ, ഞാൻ ബിലീവ് സ്കൂളിൽ ചേർത്ത്, അവർ പറയുന്നു, മോൻ പറയുന്നു എന്നും സീറ്റ് മാറ്റാം. And in the school where my ഒരേ son സീറ്റ് goes, ഇരുത്തത്തില്ല. every day they change നമ്മളെ the seat. ഇരിക്കുന്ന സീറ്റ് ഒന്ന് മാറിയിരിക്കണം. Yeah, we have to change our എന്നിട്ട് പറയാം, seats. കർത്താവേ എന്നെ നിറയ്ക്കണം. And then you have to say, Lord, fill me. അഭിഷേകത്തിന്റെ ശക്തിയോടെ നിറയ്ക്കണം. And you have to fill me with പ്രൈസ് ദി ലോർഡ്. anointing. അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചാൽ And if you have that നിന്റെ power, കുടുംബത്തിന്റെ സ്ഥിതി കർത്താവ് മാറ്റാൻ and പോവുകയാണ്. there will be a difference in your family. തലമുറയുടെ ജീവിതത്തിൽ വ്യത്യാസം വരാൻ And പോവുകയാണ്. your generation will change. ജോലി മണ്ഡലത്തിൽ കർത്താവ് വ്യത്യാസം തരും. There will be a change in your workplace. എന്തൊക്കെ വേണോ കർത്താവ് തരും. And whatever you want, God can സംശയമുണ്ടോ? give you. എഫെസ്യ ലേഖനം 1:5 പറയുന്നു. എഫെസ്യ ലേഖനം 1:5. And in Ephesians chapter 1 verse 5 it says, സ്വർഗ്ഗത്തിലെ സകലവിധ അനുഗ്രഹങ്ങളാലും നിന്നെ നിറയ്ക്കാൻ. and it says that whatever heavenly blessings you can എന്റെ have, കർത്താവിന്റെ പക്കൽ എന്തെല്ലാം ഉണ്ടോ whatever my Lord അത് has, നമ്മുടെ അവകാശം. it is our അതിന് inheritance. അഭിഷേകം പ്രാപിക്കണം. And for that you need that വെറുതെ anointing. വന്നു കണ്ടു കേട്ടു പോയി എന്നല്ല. Not just coming, hearing and going. അതിനപ്പുറത്ത് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് ആത്മശക്തിയോടെ നീ കടന്നു പോകുമ്പോൾ നിനക്കെതിരെ കടന്നു വരുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിഞ്ഞ് അവയോട് പോരാടാൻ, ആമേൻ, അവയെ ശാസിക്കാൻ, അതിൽ നിന്ന് പുറത്തു വരാനുള്ള ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിപ്പാനിടയാകും. And if you return with that kind of anointing, whatever come against you, you will have that power of the Holy Spirit to withstand that. അതിനാ കർത്താവ് അധികാരം തന്നത്. That is why God gave you the അത് authority. പത്രോസിന് മാത്രമല്ല. That is not just for Peter. അത് വെറും ഒരു ആമേൻ ഒരു സിമ്പിൾ ആയിട്ട് മാത്രമേ And കാണിച്ചിട്ടുള്ളൂ. it is just a symbol. ആമേൻ. പത്രോസിന് മാത്രം അധികാരം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കണ്ട. And you shouldn't just say that Peter only got the authority. ആമേൻ. കർത്താവിന്റെ വചനം പറയുന്നത് വിശ്വസിക്കുന്നതിന്മേൽ വ്യാപരിക്കും. And what word of God says എഫെസ്യ ലേഖനം പറയുന്ന ഇപ്രകാരമാണ്, വിശ്വസിക്കുന്നതിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആളവറ്റ വലുപ്പം ഇന്നതെന്ന് തിരിച്ചറിയുക. whatever word of God says that in the Ephesians that it is that you can get. തിരിച്ചറിഞ്ഞ് ആരാധിക്കണം. You have to realize it. തിരിച്ചറിവ് ഉണ്ടാകട്ടെ. You have to have that realization. തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആത്മാവിലും സത്യത്തിലും നീ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ, And after you have that realization in the spirit and truth, you have to come to church and worship the ആരും Lord. നിന്റെ തലയിലേക്ക് വന്ന് കൈവച്ച് ശാസിച്ചില്ലേലും Nobody has to come and touch on your head. ഞാൻ വിശ്വസിക്കുന്നു. And I believe. ആമേൻ. നീ ആത്മാവിൽ ആരാധിച്ച അഴിയേണ്ട മണ്ഡലത്തെ കർത്താവ് അഴിക്കും. And if you worship in the Holy Spirit, തകർക്കേണ്ട മണ്ഡലത്തെ കർത്താവ് തകർക്കും. and the Lord can deliver you. Praise the Lord. Amen. ആമേൻ. ഇവിടെ പറയുകയാണ്, ആമേൻ, സ്തോത്രം, അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, അതിന്റെ കരയിൽ എൻഗതി മുതൽ എൻഗയും വരെ മീൻ പിടിക്കാർ നിന്ന് വല വീശും. And which one? Ezekiel. John. 47, Ezekiel chapter 47 verse 10. In 47 verse 10 it says that when it shall come to pass that the fishers shall stand upon it, and there will be a spread of net. Many people will come and they will catch the fish. And you can see that there will be many people who will come and catch the fish. Not only one person. It is not just one person. There will be many. There will be many fishes. പക്ഷേ ആത്മാവിന്റെ നദി ഒഴുകണം. But there should be a flow of the Holy Spirit. ആത്മാവിന്റെ നദി ദേശത്തിന് കുറുകയും നെടുകയും ഒഴുകിയ. And the Holy Spirit flow everywhere across the world. വലിയൊരു കൊയ്ത്ത് നമുക്കുണ്ട്. And we will have a big harvest. ഇന്ന് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിക്കട്ടെ. Let us pray for it. നമ്മെ ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, വലിയൊരു ആത്മനദി ഇതിനകത്ത് പൊട്ടിപ്പുറപ്പെടണം. Let us pray that there should be a flow. വലിയൊരു വിടുതൽ ഇതിനകത്ത് വ്യാപരിക്കണം. Let there be a big deliverance. ആമേൻ. വെയിൽസിൽ മാത്രമല്ല, It is not just in ഇവിടെ നടക്കട്ടെ കർത്താവേ. Let it be here as well. ആമേൻ. ഇന്നലകളിൽ പ്രവർത്തിച്ച കർത്താവ് And the one who വചനത്തിൽ പറയുന്നത് പോലെ
The one who did അവൻ yesterday. ഇന്നും പ്രവർത്തിക്കാൻ മതിയായവനാണ്. And he is mighty enough to do works today itself. യോവേൽ പ്രവചനം പറയുക, അവസാന നാളിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. And in the Joel prophecy we can see that in the last days everywhere the prophecy will be there. അഭിഷേകം പ്രാപിച്ച And if you have that കുഞ്ഞുങ്ങൾ anointing, പ്രവചിച്ചു തുടങ്ങും. and the children will start ആമേൻ. prophesying, വൃദ്ധന്മാർ ദർശനം കാണും. and the old people will start visions. തയ്യാറാണോ? Are you ready for it? ഞാൻ വിശ്വസിക്കുന്നു I believe. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കർത്താവ് സംസാരിക്കും. And God can speak to each and every one of പാസ്റ്ററിൽ you. കൂടെ മാത്രമല്ല, Not just through pastor. ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതോട് മാത്രമല്ല, Not the one who's preach here. നിന്നോട് സംസാരിക്കും. He can speak to പക്ഷെ you അഭിഷേകം directly. പ്രാപിക്കണം. But you should have that ദൈവത്തിന്റെ കൃപ anointing. വ്യാപരിക്കണം. You should have that grace. പ്രൈസ് ദി ലോർഡ്. Amen. ദൈവത്തിന്റെ കൃപ പ്രാപിക്കാത്തതുകൊണ്ട് ഇന്നും കർത്താവ് എന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നത്. Because you don't have that grace, that's why you go to the pastors. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതിന് സോറി, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ദൈവാലയത്തിൽ വരണം, ഞാൻ അതല്ല പറഞ്ഞത്. I'm not saying that you shouldn't come to church. ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചത്. And if you start praying in Holy Spirit ദർശനം can തരും. speak to you. ദേശത്തെ കുറിച്ചുള്ള ദർശനം നീ പ്രാപിക്കും. And you will start having visions about the ആമേൻ. country. സ്വന്തം ആമേൻ. വ്യക്തികളെ കണ്ടുമുട്ടേണ്ട വ്യക്തികളെ കർത്താവ് നിനക്ക് ദർശനത്തിലൂടെ കർത്താവ് ഇടപെടാൻ And the വേണ്ടിയാണ്. people whom you have to see, they will see you through visions. പ്രാർത്ഥിച്ചു തുടങ്ങുക. Amen. പ്രാർത്ഥിച്ചു തുടങ്ങിയ ദിവസങ്ങളിൽ കർത്താവേ ഒരു അഭിഷേകത്തിന്റെ ശക്തി. You start praying for it. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ് അതല്ലേ? You have gone through 3 days of fasting. എന്ത് പ്രാപിച്ചു? What did you receive? എന്തെങ്കിലും പ്രാപിച്ചോ? Did you receive anything? കഴിഞ്ഞ മാസം ഉപവസിച്ച പോലെയാണ് ഈ പ്രാവശ്യത്തെ ഉപവാസം പറഞ്ഞത്. You fasted last month as well. ഒരു മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ There is any change. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, And if there is no change, if Holy മാറ്റം Spirit telling സംഭവിക്കണം. me, there should be a change. there should be a change in your life. There should be a change. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രത്യാശയോടുകൂടി ആകാംക്ഷയോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്നാൽ And if you have that kind of expectation and കർത്താവ് come into the പ്രവർത്തിപ്പാൻ church, ശക്തനാണ്. and God can deliver you. അപ്പോൾ സ്തോത്രം അനേകർ കടന്നു വന്ന് എന്ത് ചെയ്യും? മത്സ്യം പിടിക്കും. എപ്പോ ദൈവത്തിന്റെ ആത്മാവ് ജീവജല നദിയായി ഒഴുകുമ്പോൾ. And multitude of people will come and catch the fish when there will be a living water flow. വല നിറയെ തരാൻ കർത്താവ് ശക്തനാണ്. And the God can give the fish full of net. ആമേൻ. സ്തോത്രം. അപ്പോൾ ഒരു മിനിസ്ട്രി മാത്രമല്ല, മറ്റുള്ളവരും വരും. എപ്പോ? ആത്മാവ് വ്യാപരിച്ചു തുടങ്ങുമ്പോൾ. And it is not just one ministry, there will be multiple kind of ministries. അന്നേരം പറയൂ ഞങ്ങൾക്ക് മാത്രമുള്ളായിരുന്നു ഈ ദേശം, പക്ഷെ ഇപ്പോൾ മറ്റുള്ളവരും വന്നല്ലോ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന് വിട്ടുകൊടുക്കണം. And if there is a moving of the Holy Spirit, there will be lot of people coming around. എന്നിട്ട് പറയാം, നദി തീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. And on the both banks of the river there will be lot of trees which will give you the fruits. ആമേൻ. സ്തോത്രം. ഈ വൃക്ഷം വളർന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫലം ഉണ്ടാകും, പിന്നെ ഒന്നിനും കുറവുണ്ടാകത്തില്ല. And when these trees grow, there will be lot of fruits and there will be nothing. സഭയിൽ വരേണ്ടതെല്ലാം കർത്താവ് കൊണ്ടുവരും. And whatever the church needs, it will സഭയിൽ be there. ഏതെല്ലാം മണ്ഡലത്തിലാണ് വളർച്ച വരാൻ ആഗ്രഹിക്കുന്നത് ആ മണ്ഡലത്തിലെല്ലാം കർത്താവ് എന്ത് ചെയ്യും? വിശാലത തരും. And in whatever departments in the church you expect a growth, there will be കർത്താവിന്റെ a കരങ്ങളിൽ growth. ഏൽപ്പിച്ചു കൊടുക്കുക. Amen. പ്രൈസ് ദി ലോർഡ്. ആത്മശക്തി വ്യാപരിക്കുമ്പോൾ ആളുമാറിവനെ പോലെ നാം പുറത്തു വരും. And when there is a Holy Spirit, you will change. ആത്മശക്തി വ്യാപരിക്കുമ്പോൾ ഏതെല്ലാം മണ്ഡലത്തിൽ വിടുതൽ വ്യാപരിക്കുമോ അവിടെ എല്ലാം വിടുതൽ തരുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. And when there is a Holy Spirit, there will be deliverance. കർത്താവ് ഇന്ന് പറയുന്നു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. Jesus still says today that whoever thirsts, come to me. ദാഹത്തോടെ, ആത്മഭാരത്തോടെ, ആഗ്രഹത്തോടെ കടന്നു വന്നാൽ വൃഥാ ദൈവം നിന്നെ മടക്കി വിടത്തില്ല. And if you come with that thirst and expectation, you will not go back in vain. കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. Let's submit ourselves to ദൈവ the hands പ്രവൃത്തി of the വെളിപ്പെടട്ടെ. Lord. Let the hands of the Lord be എല്ലാ revealed. കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. Let's close our eyes. ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. Let's കേട്ട വചനത്തിന് മുൻപാകെ in ആമേൻ. the, സ്വന്തം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചിട്ട് let us submit ourselves in the front of ദൈവത്തോട് the പറ, Lord. കർത്താവേ നിന്റെ ശക്തി എനിക്ക് വേണം. And tell the Lord that I need your power. നിന്റെ കൃപ എനിക്ക് വേണം. I need your grace. ദൈവമേ, ഇതുവരെ ഞാൻ ആരാധിച്ചതുപോലെയല്ല. Not like the way I ഒരു worshiped till പുത്തൻ now. അഭിഷേകത്തിന്റെ ശക്തി, I need a new anointing. ഒരു പുതിയ കൃപ, I need a new grace. പുതിയ ബലം ധരിച്ച് I need a new power. ഇന്ന് പകലിൽ ഇവിടുന്ന് കടന്നു പോകാൻ And I need a new strength to go back from here. കർത്താവേ എനിക്ക് കൃപ തരണമേ. And I need the grace from you. എന്റെ ആരാധനയ്ക്ക് ഒരു മാറ്റം വരട്ടെ. And I need a change for the way I എന്റെ worship. കൈയടിക്ക് ഒരു മാറ്റം വരട്ടെ. I need the way I clap my hands. സ്തുതി സ്തോത്രങ്ങൾക്ക് ഒരു മാറ്റം വരട്ടെ I കർത്താവേ. need the way I worship. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആള് മാറിയവനായി ഇന്ന് പുറത്തു പോകാൻ Let me go out from here as a new എനിക്ക് person. ആഗ്രഹമുണ്ട് കർത്താവേ. And I have that kind എന്റെ of feeling. കുടുംബത്തിന് ഒരു മാറ്റം സംഭവിക്കട്ടെ. Let there be a change in my ഇന്ന് family. പകൽക്കാലം എന്റെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. Let's submit ourselves എല്ലാ completely. ആദരങ്ങളും ഒരു നിമിഷം ചലിപ്പിച്ച് And let's pray. ആരും മൗനമായിരിക്കാതെ Let's pray. ആമേൻ. So let us open our mouth and worship the Lord.
Praise the Lord. Hallelujah. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് എല്ലാ മാസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥന പോലെയല്ല. ഇന്ന് പകൽക്കാലം വലിയൊരു വിടുതലോടെ, സൗഖ്യത്തോടെ, ആത്മനിറവിൽ അഭിഷേകത്തിന്റെ ശക്തിയോടെ കടന്നു പോകാൻ ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുമാറാകട്ടെ. Let there be a complete deliverance and full of Holy Spirit today. May God bless you all. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവദാസനും ദൈവസഭയോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ താണിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. I conclude myself thanking the Lord and the pastor.